നരേന്ദ്രമോദി എനിക്ക് എൻ്റെ രാഷ്ട്രീയ ദൈവം. തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. സാധ്യമായി താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും 800 ചില്ലുവാനം കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നു, രക്തസാക്ഷികൾ. അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ കേരളീയത്തിന് അറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. അല്ല, പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയാം. കേരളത്തിന് പരിചയം എന്നാണ് ഉദ്ദേശിച്ചത്, ഇപ്പോഴല്ല. ആ പരിചയം 19-ലില്ലായിരുന്നു, 21-ലില്ലായിരുന്നു. അന്ന് ഞാൻ MP അല്ലേ. ആ പരിചയം ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി. ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു ഒരു ഇൻറ്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ 5 വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ 5 വർഷം ശ്രമിക്കുന്നു. തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. തൃശ്ശൂർ അവരെനിക്ക് തന്നു, അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും. ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത്, അതേ ഡെസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എന്റെ തലയിലെടുത്ത് വെക്കും. നെറ്റിപ്പട്ടം കെട്ടി ഇടം വെച്ച് ഞാൻ കൊണ്ടു നടക്കും. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ്? I will. Just let me finish. I'm in a certain flow. Don't cut my flow, please. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ്? അല്ല, ഇനി അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്ലാനില്ല. ഞാൻ പറഞ്ഞില്ലേ, 5 കൊല്ലത്തെ പ്ലാനിൽ ഒരു 10 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ 3 മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി. 3 മോഡ്യൂൾ എനിക്ക് അടുത്ത 5 വർഷം ഉറപ്പിക്കാൻ. അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്ക് അത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും. വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല. മറ്റവരുടെ മുഷ്ടിക്കുറിച്ചല്ല കേട്ടോ. ഒരു മറുപടിയില്ല. അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ എന്റെ നേതാക്കൾ ഈ ഒരു തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള ഒരു കാരണമായി താങ്കൾ കാണുന്നുണ്ട്. എന്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും. താങ്കൾക്ക് തോന്നുന്നതാണ്? അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞ കണ്ടത് താങ്കളാണല്ലോ, വോട്ടർമാരെ കണ്ടത് താങ്കളാണല്ലോ. ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര വലിയ വിജയം ഉണ്ടാവും? അതാ പറഞ്ഞ ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത്? ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോ പറഞ്ഞാൽ കേരളത്തിന് ഈ തള്ളു മാത്രം പരിചയമുള്ളൂ. കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിപ്പോയി. എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പറയില്ല. അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക. 2023 മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട്. എണ്ണമെത്തിയിട്ട് കണക്ക് നോക്കുമ്പോഴേ LDFന്റെ വോട്ടുണ്ട്, UDFന്റെ വോട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത്. അവഹേളിക്കാൻ വേണ്ടി ചോദിക്കുന്നില്ല, അവഹേളിക്കലാണത്. കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതിലെന്താ മനുഷ്യരില്ല? ഇല്ലില്ല, ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിലെ ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്. നിൽക്കും ഇടതും വലതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് മറ്റ് 19 മണ്ഡലത്തിൽ, കേരളത്തിലെ 140 മണ്ഡലങ്ങൾ, ഈ പറയുന്ന 19,000 ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിന്റെ അലയടി ഉണ്ടാകും.
അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സുരേഷ് ഗോപിക്ക് ജനങ്ങൾ വോട്ട് ചെയ്തു. എനിക്ക് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്ക് ആര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില് ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉറപ്പാണല്ലോ അല്ലെ? ഇല്ല, ഞാൻ അത് ഇലക്ഷന്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കൂറ്റത്തോടെ വിളിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ മറ്റൊരു ഘട്ടത്തിലാണ് ജയിച്ചത്. ഞാൻ എന്റെ 2 നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാനിപ്പോ പാർട്ടിയുടെയും കൂടെ സ്വത്താണ്. ഇല്ലില്ല, നിർമ്മലാ സീതാരാമൻജി വിളിച്ചിരുന്നു. പ്രധാനമന്ത്രി ഇപ്പൊ വിളിക്കത്തില്ല, അത് നാളെ ഇനി തൃശ്ശൂരിലേക്ക് മാറും. തൃശ്ശൂരിലാണ് ഓൾറെഡി. ഞാൻ ട്രിവാൻഡ്രത്ത് ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ്. എന്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതെവിടെ വരുമെന്ന് നോക്കിക്കോളാം. ഇന്ന് തന്നെ പോകുന്നുണ്ടോ തൃശ്ശൂരിലേക്ക്? അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. തൃശ്ശൂരിലേക്ക് പോകുന്നുണ്ടോ? ഇന്ന് തന്നെ പോകുന്നുണ്ടോ? എനിക്കറിയത്തില്ല. അത് ഞാൻ നാളെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ജാവ്ദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോകണം എന്ന് അറിയിച്ചിട്ട് പോയി. അദ്ദേഹം അറിയിക്കും. ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 100 ഇരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് 2023 ലോഞ്ച് ചെയ്ത ശ്രീ അമിത് ഷാ, നരേന്ദ്രമോദി എനിക്ക് എൻ്റെ രാഷ്ട്രീയ ദൈവം എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നതല്ല. ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി, ശ്രീ പി വി നരസിംഹറാവ്, മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായൺ, LK അദ്വാനിജി, AB വാജ്പേയിജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് PK നായനാർ, ശ്രീ K കരുണാകരൻ. അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ്. അതങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ 2 സൂപ്പർ ഹീറോസാണ് എൻ്റെ 2 നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവർ തന്നെയാണ് എൻ്റെ 2 നേതാക്കന്മാർ. അവരാണ് എന്നെ അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണ് എന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത്. ആ ഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിംവദന്തികളെയും പുറന്തള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം നെറ്റിപ്പട്ടം ചാർത്തിയിട്ടുണ്ട്. അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടമപ്പെട്ടവനായിരിക്കും. അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല. ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം, അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വൃന്ദം, അത് കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു MP ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്സാണ്, അവരുടെ എല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല. അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം, വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ MP ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിലെ പ്രജാദൈവങ്ങൾ എന്നെ അവരോധിക്കുന്നത് എന്ന് മാത്രം അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുന്നു. ഒരുപാട് സന്തോഷം.